ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഷോപ്പാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഒരു വീടിൻ്റെ ലാൻഡ്സ്കേപ്പിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും, അതായത് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം മുഴുവൻ മനോഹരമാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന ഒരു നല്ലൊരു ഷോപ്പാണ്. ഷോപ്പിൻ്റെ പേര് സ്റ്റോൺ ഗലേറിയ എന്നാണ്. ഈ ഷോപ്പ് മറ്റെങ്ങുമല്ല, പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി തിരുവല്ല റൂട്ടിൽ കോഴഞ്ചേരിയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി ചെട്ടിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ട് മുൻപ് ഒരു 200 മീറ്റർ മുൻപ് ലെഫ്റ്റ് സൈഡിലാണ് ഈ ഷോപ്പുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വീടിൻ്റെ ലാൻഡ്സ്കേപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങൾക്കും ഇവിടേക്ക് വരാവുന്നതാണ്. നല്ല ആകർഷകമായ ഒട്ടനവധി മനോഹരമായ വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ഷോപ്പ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഷോപ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ആദ്യം ഈ ഷോപ്പിൻ്റെ സാരഥിയെ നമുക്ക് പരിചയപ്പെടാം, എന്നിട്ട് പിന്നെ ബാക്കി ഇവിടുത്തെ വിശേഷങ്ങൾ കൂടുതലായിട്ട് നമുക്കറിയാം. ഇതാണ് നമ്മുടെ ഈ സ്റ്റോൺ ഗലേറിയയുടെ ഉടമസ്ഥൻ മിസ്റ്റർ വേണു. അപ്പോൾ വേണുവിനോട് നമുക്ക് ഈ സ്റ്റോൺ ഗലേറിയയുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇവിടെ എന്തൊക്കെയാണ് ശരിക്കും എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ഈ ഷോപ്പ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഈ ഷോപ്പ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ സ്റ്റോൺസ് ചെയ്യുന്നതാണ്. നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ്, വീടുകളുടെ ഗാർഡനിങ്, ഡിസൈനിങ്, അത് അങ്ങനെയുള്ള വർക്കുമായിട്ടാണ് നമ്മൾ മെയിൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണുള്ളത്? ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ കോർട്ടുകൾ ചെയ്യുക, ഫുട്ബോൾ കോർട്ടുകളെ അങ്ങനെയുള്ള കോർട്ടുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ലാൻഡ്സ്കേപ്പിങ്ങിനുള്ള ചെടികളെ, ഇൻഡോർ പ്ലാന്റ്സുകളെ, ഗാർഡനുമായിട്ട് സംബന്ധിച്ചുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ ഇത് ചെയ്യുന്നുണ്ട്. വേണം ഇത് സെയിലിന് വെച്ചിരിക്കുന്നതാണോ അതോ ജസ്റ്റ് കാണാൻ വെച്ചിരിക്കുന്നതാണോ? ഇത് സെയിലാണ്. എന്താ വില വരും? ഇതിനൊരു 1,60,000 വില വരും. ഈ ആന 1,60,000 രൂപ വരും. ഇതൊരു 7.5 അടി പൊക്കമുണ്ട്. ഇതിന് 11.5 അടി പൊക്കമുള്ള ആനയുണ്ട്, അതിന് 3,60,000 രൂപ. അപ്പോൾ അത് വലിയ ആനയായിരുന്നു, അതിന് നമ്മൾ കൊടുത്തു. പിന്നെ ഇതിൻ്റെതായിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള കാട്ടുപോത്ത് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഓൾറെഡി. ഇത് സിമെന്റ് കൊണ്ടുണ്ടാക്കാം? സിമെന്റ് ഫൈബറാണ്. ഫൈബർ മെറ്റീരിയൽ. വെയിറ്റ് കുറവാണ്. അപ്പോൾ നമുക്ക് ചെറിയ ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ നമുക്ക് ചെയ്യാനും പാർക്കുകളെ, ഹോട്ടൽസുകളിലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഈ ആനക്കുട്ടി ഉൾപ്പെടെയാണോ? അല്ലല്ല, ഇത് കുട്ടി കയറുകയാണ്. ഇത് സിമെന്റ് ആണ്. ഇത് 80 കിലോ ഉണ്ട് ഈ ആന. അതിനെന്താ വരും? അതിന് 5,500 രൂപ. 5,500 രൂപ. ഈ ചെടികളെല്ലാം ലാൻഡ്സ്കേപ്പുമായി ബന്ധപ്പെട്ട ചെടികളാണോ? ഇതെല്ലാം നമ്മൾ പ്ലാന്റുകൾ ചെയ്ത് കൊടുക്കും. നമ്മൾ സൈറ്റുകളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന ചെടികളെല്ലാം വന്നേക്കുന്നത്. ഇത് ബോഗൺവില്ലയാണ്. ഇത് നമ്മുടെ ഒരു മദർ പ്ലാന്റ് ആണ്. ഈ സാധനം ഇതൊരു 10 വർഷത്തോളം പഴക്കമുണ്ട്. ഈ സാധനം 10 വർഷം പഴക്കമുണ്ട്. ഇത് സ്റ്റമ്പ് ഇതാണ്. ഇത് കട്ട് ചെയ്ത് ഇത് ബഡ് ചെയ്ത് നിർത്തിയ സാധനം. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഒത്തിരി തെറ്റികളുണ്ട് ഇവിടെ, പല കളറിലുള്ള തെറ്റികളുണ്ട്. ഇതെന്തോ ചെടി? ഇത് ക്രിസ്റ്റീനിയ എന്ന് പറയും. ക്രിസ്റ്റീനിയ വേറൊരു വെറൈറ്റി ചെടിയാണ്. ഇത് പ്ലാവ് എന്ന് പറയുമ്പോൾ ഇത് ആയുർജാക്ക് എന്ന് പറഞ്ഞ പ്ലാവാണ്. ആയുർജാക്ക് അല്ലേ? ആയുർജാക്ക് ഇനത്തിൽപ്പെട്ട പ്ലാവാണ്. പ്ലാവുകളെ, തേൻവരിക്ക, പല വെറൈറ്റി പ്ലാവുകളുണ്ട്. മാവ്, തേക്ക്. ഇതൊരു പുളിയാണ്. ഇത് എത്ര വളരത്തുള്ളൂ? ഹൈബ്രിഡ് അല്ലേ? ഓൾറെഡി ഇതിന്റെ പുളി കായ്ച്ചു നിൽക്കുക കേട്ടോ. ഇത് പേര, ആപ്പിൾ പേര എന്ന് പറയും. ഇത് പേരയാണോ? പേരയുടെ ഒരു വെറൈറ്റി ആണ്. എന്താ ഇതിന്റെ പേര്? ആപ്പിൾ പേര. ഓക്കെ. ആപ്പിൾ പേരയാണ്. ആപ്പിൾ പേര. അങ്ങനെ പല ടൈപ്പ് സാധനം വരുന്നുണ്ട്. അതിന്റെ വില 150 രൂപയാണ് കേട്ടോ. ആപ്പിൾ പേരയുടെ വില 150 രൂപയാണ്. പിന്നെ നാരകമുണ്ട്. നാരകം, പേരയുടെ പല വെറൈറ്റി. ഇതെന്ത് സാധനം? അതൊരു പേരയുടെ വേറൊരു ഐറ്റം അല്ലേ? മുന്തിരിപ്പേര. അപ്പോൾ പേരയുടെ തന്നെ പല വെറൈറ്റി ഉണ്ട് ഇവിടെ. എല്ലാം ഒരു 150, 200 ആ റേഞ്ചിലാണ് ഓരോ ചെടിയുടെയും വില. പല ഇനത്തിൽപ്പെട്ട മാവുണ്ട് ഇവിടെ. അതിലൊരു ഇനമാണ് ചന്ദ്രകാരൻ. 200 രൂപയാണ് ഈ ചന്ദ്രകാരൻ എന്ന് പറയുന്ന മാവിൻ്റെ വില. ഇത് 10 മണിച്ചെടി എന്ന് പറയുന്ന ഫ്ലവറാണ്. 10 മണിപ്പൂവ്. 10 മണിച്ചെടിയുടെ തന്നെ ഏതാണ്ട് ഒരു 200 വെറൈറ്റി ഇവിടെ ഉണ്ട്.
കുരുമുളകിൻ്റെ പല വെറൈറ്റി ഉണ്ട്. കുരുമുളകിൻ്റെ കരിമുണ്ട എന്ന് പറയുന്ന ഐറ്റമാണിത്. കരിമുണ്ട ഇതൊരു വെർട്ടിക്കൽ ഗാർഡൻ ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വെർട്ടിക്കൽ ഗാർഡൻ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇവർ ചെയ്തു തരും. ഈ മണി പ്ലാന്റ് വെച്ചിരിക്കുന്ന ഒരു വെറൈറ്റി നോക്കിയേ, നല്ല രസമായിരിക്കുന്നു. വേസ്റ്റ് കുപ്പികൾ ഉപയോഗിച്ചാണ്, അതായത് ബിയർ കുപ്പികൾ ഉപയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. ബിയർ കുപ്പികൾക്കകത്താണ് മണി പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിരിക്കുന്നത്. ഒരു ബണ്ടിലിനകത്ത് 7 കുപ്പികളുണ്ട്. ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. പല വെറൈറ്റിയുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. ഇത് മണി പ്ലാന്റിൻ്റെ വേറൊരു ടൈപ്പ് ഇവിടെ ഉണ്ട്. ഇതുണ്ടോ, ഹാങ്ങിങ് ബോട്ടിലുകൾ കണ്ടോ? ഈ ബോട്ടിലുകൾക്കകത്ത് മണ്ണ് നിറച്ച് നമുക്ക് ചെടി വെച്ച് ഹാങ് ചെയ്യാവുന്ന തരത്തിലാണ് ഈ ബോട്ടിലുകൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പായലിനകത്ത് ചെയ്തേക്കുന്ന ഒരു മണി പ്ലാന്റ് നമ്മളിപ്പോൾ ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ കവറിങ് ആവും. ഇത് പായൽ കൊണ്ട് കവറിങ് അല്ലേ? അത് കവറിങ്. ഓക്കെ, കൊള്ളാം. വേറെ ബോട്ടിലൊന്നും ഇല്ല? ഒന്നുമില്ല, ബോട്ടിലില്ല. മണ്ണ് കൊണ്ട് പൊതിഞ്ഞേക്കുവാണ്. ഓക്കെ, കൊള്ളാം. ഒത്തിരി ടൈപ്പ് ചെടികളുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും പേര് നമുക്ക് കൃത്യമായിട്ട് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. ഒത്തിരി ടൈപ്പ് ചെടികളുണ്ട്, ഒത്തിരി ടൈപ്പ്. ഇത് മിൽക്കാസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. മിൽക്കാസ്. സാമിയാന ഫൈക്കസ് എന്ന് പറയുന്ന ഒരു തരം ചെടിയാണിത്. 5 കിലോയുടെ ചകിരിപ്പൊടിയാണ് കേട്ടോ ഇത്. ചകിരിപ്പൊടി ഇല്ലേ ഇത്? ചെടി സെറ്റ് ചെയ്യാനുള്ള 5 കിലോയുടെ ഒരു ചകിരിപ്പൊടി. ഇതിന്റെ വില എന്തോ? 170 രൂപയാണ് ഇതിന്റെ വില. ഇത് ചട്ടിക്കകത്ത് നിറച്ചാൽ മതി അല്ലേ? ചെറിയ ചട്ടിക്കകത്ത് നിറച്ചാൽ മതി. ഇത് പോട്ട് ഹാങ് ചെയ്യുന്ന, ഇത് ഹാങ്ങിങ് ചരടാണിത്. ഇതെല്ലാം ഹാങ്ങിങ് പോട്ടുകളാണ്. പല വെറൈറ്റി പോട്ടുകളും കാര്യങ്ങളാണ്. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള പോട്ടുകളാണ്. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്യുന്ന പോട്ടുകളാണ്. പല കളറുണ്ടല്ലേ? പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകളും ഡിഫറൻസ് മോഡലുകളും എല്ലാം ഉണ്ട്. ഇത് ഇൻഡോറിന് മാത്രം, ഔട്ട്ഡോറിന് നമുക്ക് ചെയ്യാം. ഇതെല്ലാം ഔട്ട്ഡോറും ചെയ്യാൻ പറ്റും. പക്ഷേ കൂടുതൽ ഇൻഡോർ ആയിട്ടാണ് നമ്മളിത്. ഔട്ട്ഡോർ കളർ ഫെയ്ഡ് ആവാനുള്ള സാധ്യത, ഫെയ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് ഫാൻസി അല്ലേ? ഫാൻസി ആയതുകൊണ്ട്. ഇത്തരം ചെടികൾക്ക് ഉപയോഗിക്കുന്ന എല്ലാത്തരം വളങ്ങൾ, അതിൻ്റെ മരുന്നുകളെല്ലാം ഇവിടെ ഉണ്ട്. മണ്ണിര കമ്പോസ്റ്റ്, ചകിരിച്ചോറ്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. എന്തായാലും നല്ല മനോഹരമായിരിക്കുന്നു കേട്ടോ. ഷോപ്പ് നല്ല സൂപ്പറായിരിക്കുന്നു. ഇനി നമുക്ക് അങ്ങോട്ട് പോകാലോ. നമ്മുടെ പാമ്പിൻ്റെ ഒരു ഇനത്തിൽപ്പെടുന്ന മിർച്ചി മാരിഗോൾഡ് എന്ന് പറഞ്ഞൊരു പാമ്പാണ്. പാമ്പിൻ്റെ പല വെറൈറ്റി ഉണ്ട് നമുക്ക്, പല വെറൈറ്റികളും. പിന്നെ ബാംബൂസ് ഉണ്ട്. ബുദ്ധ ബാമ്പു എന്ന് പറയും. ബുദ്ധ ബാമ്പു. ഇതെല്ലാം ഹൈബ്രിഡ് തെറ്റികളാണ്. വെറൈറ്റിയിലുള്ള തെറ്റികളാണ്. ഏത് സമയം പൂക്കുന്ന സാധനമാണ്. തെറ്റിയുടെ വലിയൊരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഹൈബ്രിഡ് തെറ്റിയുടെ നല്ല സൂപ്പർ പൂക്കൾ, നല്ല കളർഫുൾ പൂക്കളുള്ള കുറേ വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഏത് കാലാവസ്ഥയിലും ഇതിങ്ങനെ നിൽക്കുമോ? ഏത് കാലാവസ്ഥയിലും അടുത്ത പൂ പോയി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പൂ ഉണ്ടാവും. ഓക്കെ. ഇത് 3 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങാണ്. ഇത് സണ്ണങ്ങി എന്ന് പറയും. സണ്ണങ്ങി. സണ്ണങ്ങി. പിന്നെ ഇതിന് തന്നെ നാടനുണ്ട്. പിന്നെ അതൊരു ചന്തം കൊണ്ട്.
ഇത് പാമ്പിൻ്റെ വേറൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു. അതേത് ടൈപ്പാ? ഇത് ഫോക്സ് ടെയിൽ പാമ്പ് എന്ന് പറയും. ഫോക്സ് ടെയിൽ. ഫോക്സ് ടെയിൽ. ആ. യൂജീനിയയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണിത്. റെഡ് പ്ലാന്റുകളാണിത്. ഇവിടെ ഇലയൊക്കെ നല്ല റെഡ് ടോണാണ് ഇലയ്ക്ക്. യൂജീനിയ റെഡ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് കുറേ ചെടികൾ, അതായത് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സുകളാണ്. അതായത് ഒരു ഗാർഡനിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി കുറേ സ്റ്റോണിൻ്റെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് ഇവിടെ, സ്റ്റോണുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വേണുവിനോട് ചോദിച്ചറിയാം. പ്ലാന്റ്സ് അല്ലാതെ സ്റ്റോൺസിൻ്റെ വർക്കുകളും ഉണ്ടല്ലോ. സ്റ്റോൺസിൻ്റെ വർക്കുകളുണ്ട്. സ്റ്റോണിൻ്റെ പല വെറൈറ്റിയുള്ള സാധനങ്ങളുണ്ട്. ഇത് സ്റ്റോണിൻ്റെ ഒരു പർഗോളയാണിത്. ഇത് സ്റ്റോൺസിൻ്റെ വലിയൊരു പർഗോളയാണ്. ഓക്കെ. പർഗോള എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇടുമോ? ഇല്ല, ഗ്ലാസ് ഇല്ല. നമ്മൾ ഓപ്പൺ, നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള വീടുകൾക്ക് നമുക്ക് പർഗോള, നമുക്കൊരു ഓപ്പണിംഗ്, നമ്മൾ പണ്ടത്തെ പഠിപ്പുര എന്ന് പറയുന്നത് ചെയ്യുന്നൊരു സാധനമാണ്. ഈ സ്റ്റോണിൻ്റെ തന്നെ ലൈറ്റ് ആണല്ലേ? നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള ലൈറ്റാണ്. ഇതൊക്കെ രാത്രി നല്ല ബ്യൂട്ടി ആയിരിക്കും അല്ലേ? രാത്രിയിൽ ലൈറ്റുകളുണ്ട്. ലൈറ്റുണ്ട്. ഇത് സ്റ്റോൺ കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഫൗണ്ടനാണ്. അപ്പോൾ ഇപ്പോൾ ഡെയിലി നമുക്കതിൻ്റെ ഒരു മനോഹാരിത കാണാൻ പറ്റുന്നില്ല എങ്കിലും രാത്രി ഷോട്ട് വളരെ രസകരമായിരിക്കും കേട്ടോ. ഇതെല്ലാം ഫൈബർ കൊണ്ടും സിമെൻറ്റ് കൊണ്ടും ഒക്കെ ചെയ്തിരിക്കുന്ന വെറൈറ്റി സാധനങ്ങളാണ്. സ്റ്റോണിന്റെ ബെഞ്ചാണ്. സ്റ്റോൺ കൊണ്ടുള്ള ബെഞ്ചാണ്. ഇത് 2 അടിയുടെ ബെഞ്ച്. ഇത് 5 ഫീറ്റ് വരുന്ന ബെഞ്ചാണ്. ഇത് 5 അടി അല്ലേ? 5 അടി. ഓക്കെ. ഇത് 5 അടിയുടെ ബെഞ്ചാണ്. ഇതെല്ലാം സ്ക്വയർ ഫീറ്റ് അളവിലാണോ? സ്ക്വയർ ഫീറ്റ് അല്ല. സ്റ്റോണിന്റെ ബെഞ്ചുകളൊക്കെ എന്ന് പറഞ്ഞാൽ ബെഞ്ചുകളുടെ ഓരോ സൈസ് അനുസരിച്ചുള്ള റേറ്റുകളാണ് വരുന്നത്. ഇതൊരു ഫൗണ്ടനാണ്. ഇത് നമ്മൾ വീടുകളിൽ സെറ്റ് ചെയ്ത് ഔട്ട്ഡോർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഫൗണ്ടനാണിത്. ഇത് റീസൈക്കിളാണ്. ഈ വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങി റീസൈക്കിൾ ചെയ്ത് വീണ്ടും വന്ന് പ്രൊട്ടക്ഷനായി ഇങ്ങനെ കയറി പോകും. അതിനുള്ള ഫൗണ്ടൻ രാത്രി കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ ഫൗണ്ടനെ. ഇതിന്റെ ഒരു ഏകദേശ വില ഒക്കെ പറയാമോ? ഇതിനൊരു 56,000 രൂപ, 55 രൂപ, 56 രൂപ വില വരും സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനുള്ളത്. ഇത് കംപ്ലീറ്റ് സ്റ്റോൺ ആണ്. ടാങ്ക് വരെ നമുക്ക് സ്റ്റോൺ ആണ് വരുന്നത്. ഇതൊരു സിംഗിൾ പീസ് ആണോ ഈ സ്റ്റോൺ? ഇതൊരു സിംഗിൾ പീസ് ആണ്. ഇതെല്ലാം വേറെ സെപ്പറേറ്റ് പീസുകളാണ്. ഇതെല്ലാം ഈ ടാങ്ക് എല്ലാം നമുക്ക് സെപ്പറേറ്റ് പീസുകളാണ് വരുന്നത്. ഓക്കെ. ഇത് തുളസിത്തറയാണ്. ഈ തുളസിത്തറ നമുക്ക് തുളസി വെക്കാൻ പറ്റുന്ന കല്ലിന്റെ സ്റ്റോണിന്റെ തന്നെ നമുക്ക് തുളസിത്തറയാണ്. ചെറുത് വലുത് എല്ലാ പല സൈസുകൾ. കൊള്ളാലോ. ഇത് എല്ലാം ഫുൾ സ്റ്റോണാണ്. ഇതിന് ഇത് മാത്രമേ ഉള്ളൂ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നത്. ബാക്കി മൊത്തം സ്റ്റോണാണ്. ഇത് നല്ല ഹെവിയാണ് സാധനം. നമ്മുടെ മുറ്റത്തൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ഊഞ്ഞാലാണ് കേട്ടോ. പ്രത്യേകിച്ച് ഊഞ്ഞാലൊന്നും കിട്ടണ്ട. പക്ഷേ ഇച്ചിരി കോസ്റ്റ്ലി ആണെന്ന് തോന്നും. എല്ലാം ചോദിക്കാം, നമുക്ക് വില ചോദിക്കാം. കൊള്ളാം. ഒരു 3 പേർക്ക് അങ്ങനെ ഇരിക്കാം അല്ലയോ? വെയിറ്റ് പ്രശ്നമില്ലല്ലോ. ഊഞ്ഞാലിൻ്റെ ഒരു കോസ്റ്റ് പറയാമോ? ഊഞ്ഞാലിന് ഓൾമോസ്റ്റ് ഒരു 72,000 രൂപ വില വരും. 72,000. ഇത് ബാംഗ്ലൂർ സ്റ്റോൺ ആണല്ലേ? ഇത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. ഇത് ബാംഗ്ലൂർ സ്റ്റോണിന്റെ തന്നെ നമുക്ക് താന്തൂർ എന്ന് പറഞ്ഞ സാധനം മുതൽ ബാംഗ്ലൂർ സ്റ്റോൺ ഏറ്റവും കൂടിയ കല്ല് വരെയുള്ള സ്റ്റോക്ക് നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട്. നമ്മൾ ലാൻഡ്സ്കേപ്പിനെ മൊത്തത്തൊക്കെ ഉപയോഗിക്കുന്ന പ്രധാന സാധനം ഇത് തന്നെയല്ലേ? നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങിന് മെയിനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സാധനം ഇതാണ്. മെയിനായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് സ്ക്വയർ ഫീറ്റിന് ഇപ്പോഴത്തെ വില എത്രയാണ്? ഇത് സ്ക്വയർ ഫീറ്റ് നമുക്കൊരു 140 മുതൽ 180 വരെയുള്ള സ്റ്റോൺസുകൾ നമുക്കുണ്ട്. 140 മുതൽ 180 ഫിക്സിങ് സാധനം ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ സ്റ്റോൺ മാത്രമല്ല, ഇൻ്റർലോക്കിൻ്റെ തന്നെ വലിയൊരു വെറൈറ്റിയും കൂടെ ഇവിടെ ഉണ്ട്. ഇവിടെ ഇത് ഇൻ്റർലോക്കിൻ്റെ പല മോഡലുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഷോപ്പിൻ്റെ പുറത്തെ കാഴ്ചകൾ ഏതാണ്ട് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഷോപ്പിനകത്ത് എന്തൊക്കെ കാഴ്ചകളാണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം.
ഈ ഷോപ്പിനുള്ളിലും വളരെ വ്യത്യസ്തമായ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് ലക്കി ബാമ്പു. ലക്കി ബാമ്പു, ആ ഓക്കെ ഓക്കെ. മാത്രമാണ്. വേസ്റ്റ് ബോട്ടിൽ വെച്ചിട്ട് കുറേ വെറൈറ്റി സംഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേസ്റ്റ് കുപ്പിയുടെ മുകളിൽ ചിരട്ട പതിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് അത് ലൈവ് പ്ലാന്റ്. ലൈവ് പ്ലാന്റ്, ആ ഓക്കെ ഓക്കെ. ഇൻഡോർ പ്ലാന്റിന്റെ വേറൊരു വെറൈറ്റിയാണിത്. ഇതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളറിലുള്ള പെബിൾസ് ആണ്. ചകിരിച്ചോറാണ് ഇതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത്. ചകിരിച്ചോറിൻ്റെ മുകളിൽ ചകിരിയുടെ പീസ് ഇട്ടിട്ടുണ്ട്. ഇതുവർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു ഇൻഡോർ പ്ലാന്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ, അതിൻ്റെ പോട്ടും കൂടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ അവരത് നന്നായിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് തരും. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റിൻ്റെ ഐറ്റംസാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ഇതൊരു നീളമുള്ള പോട്ടാണ്. നീളമുള്ള പോട്ടാണിത്. ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന അല്ലേ? ഓക്കെ ഓക്കെ. ഇതൊരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. ഇവിടെ ഭിത്തിയിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് കേട്ടോ, നല്ല ബ്യൂട്ടിയാണ്. ഇതൊരു വ്യത്യസ്തമായ പോട്ടാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഒരു സൈക്കിളിൻ്റെ ആകൃതിയിലുള്ള ഒരു പോട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് ഇവിടെ ഒരു പ്ലാന്റ് ചെയ്യാം. ഒരു വെറൈറ്റി സാധനം, സൈക്കിൾ പോട്ട് എന്നാണ് ഇവർ പറയുന്നത്, സൈക്കിൾ പോട്ട്. ക്ലാഡിംഗ് സ്റ്റോണുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം ഇതെല്ലാം ഓരോ ഐറ്റമാണ്. എല്ലാം വ്യത്യസ്തമായ കളറും ടോണും ക്വാളിറ്റിയും എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തമായ കുറേ ക്ലാഡിംഗ് സ്റ്റോണുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഈ മുറിക്കകത്തുണ്ട്. ഇത് സ്ക്വയർ ഫീറ്റിൽ ഇതിന്റെ റേറ്റ്? സ്ക്വയർ ഫീറ്റിന് 50 രൂപ മുതലാണ് ഇതിന്റെ റേറ്റ് തുടങ്ങുന്നത്. ഏറ്റവും കുറഞ്ഞ 50 രൂപയാണ് സ്ക്വയർ ഫീറ്റിന്. ഇതൊക്കെ ഇച്ചിരി കൂടെ കോസ്റ്റ്ലിയാണ്. ഏതാണ്ട് 280, 300 ആ റേഞ്ചൊക്കെയാണിത്. ഇത് സെറാമിക് പോട്ടിന്റെ കുറേ കളക്ഷൻസ് വെറൈറ്റിയാണ്. ഇതും ഇൻഡോർ പ്ലാന്റ്സുകൾ നമ്മൾ പോട്ടുകൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഇൻഡോർ ചെയ്യാൻ പറ്റുന്ന പോട്ടുകളെ പെബിൾസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇവിടെ വന്ന് കസ്റ്റമേഴ്സ് വന്ന് ആവശ്യമുള്ളവർ വന്ന് മേടിച്ചുകൊണ്ട് പോകും. ഇതൊക്കെ നാച്ചുറൽ പ്ലാന്റ്സ് ആണ്? എല്ലാം ലൈവ് പ്ലാന്റുകളാണ്, ഒറിജിനൽ നാച്ചുറൽ പ്ലാന്റുകളാണ് എല്ലാം കൊടുത്തേക്കുന്നത്. ഇൻഡോർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സുകളാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ ആവശ്യമുള്ള പ്ലാന്റ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, പോട്ട്സും സെലക്ട് ചെയ്ത് കൊടുക്കുക, പെബിൾസിൻ്റെ കളറ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവരത് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് ഭംഗിയാക്കി നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. ഈ പെബിൾസിൻ്റെ പല വെറൈറ്റി സാധനങ്ങളുണ്ട്. അതായത് പല ഷേപ്പുണ്ട്, പല കളറുണ്ട്. ഇത് ഏകദേശം ഇങ്ങനത്തെ റൗണ്ട് സാധനങ്ങളാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഷേപ്പിനൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. പിന്നെ നല്ല കളർഫുള്ളാണ് കേട്ടോ, നല്ല സൂപ്പറാണ്. ഇത് നമുക്ക് കിട്ടുന്നത് തൂക്കം അനുസരിച്ചാണ്. അതായത് 1 കിലോ ആണ് ഇതിൻ്റെ ഒരു അളവ്. 1 കിലോയ്ക്ക് 40 രൂപ മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ പെബിൾസിനൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ, വിലയ്ക്ക് വ്യത്യാസം ഉണ്ടല്ലോ, വിലയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ 40 രൂപയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ഇത് പെബിൾസിൻ്റെ വേറൊരു ശേഖരമാണ്. ഇത് കുറച്ചുകൂടെ വലുതാണ്, അത് കണ്ടോ, കുറച്ചുകൂടെ വലിയ പെബിൾസാണ്. ഇതിന് കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. ഇത് ഏതാണ്ട് ഒരു 80, 100 ആ റേഞ്ചിൽ പെടുന്ന പെബിൾസാണ് ഇവിടെ ഉള്ളത്. എല്ലാം ഓരോന്നും സെപ്പറേറ്റ് ആണ്. എല്ലാത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. അതിൻ്റെ സൈസിലായാലും കളറിലായാലും എല്ലാത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. നമ്മളധികം കാണാത്തൊരു സാധനമാണ് ഗ്ലാസ് പെബിൾസ്. ശരി, ഗ്ലാസ് ആണ് അല്ലേ? ഗ്ലാസ് പെബിൾസിന്റെ ഒരു കുറച്ച് ശേഖരമുണ്ട് ഇവിടെ. ഈ ഗ്ലാസ് പെബിൾസിന്റെ ഇതിന്റെ റേറ്റ് എങ്ങനെയാണ്? കിലോ അതിനും 250 രൂപ.
200 രൂപ പല ഇതൊരു ഇച്ചിരി കൂടുതലാണ്. ഒരു 200 രൂപ മുതൽ ഇതിൻ്റെ റേറ്റ് തുടങ്ങും. ഇതിൻ്റെ വലിപ്പത്തിനനുസരിച്ചൊക്കെ റേറ്റ് വ്യത്യാസം വരും. അതുപോലെ കുറേ വ്യത്യസ്തമായ പെബിൾസിൻ്റെ ഒരു വലിയ ശേഖരം ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് നല്ല റൗണ്ട് പെബിൾസാണ്. ഈ ഷോപ്പിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന 1-2 ലാൻഡ്സ്കേപ്പ് വർക്കുകളിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പ് വർക്കാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വേണു നമ്മോട് പറഞ്ഞുതരും. ഇവിടെ ചെയ്തിരിക്കുന്ന ഈ ലാൻഡ്സ്കേപ്പ് വർക്കിനെ കുറിച്ചൊന്ന് പറയാമോ? ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോണാണ്, നാച്ചുറൽ സ്റ്റോണാണ്, ബാംഗ്ലൂർ സ്റ്റോണാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്തേക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്തേക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ഇല്ല. നാച്ചുറൽ ഗ്രാസ് വെക്കുന്നതിനെക്കാട്ടിൽ നാച്ചുറൽ ഗ്രാസ് വെക്കുന്ന കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലാണ്. 6 വർഷം കമ്പനി ഗ്യാരണ്ടി പറയുന്നുണ്ട്. 10 വർഷത്തോളം ഈ സാധനം കിടക്കും, ഒരു മെയിൻ്റനൻസും ഇല്ല. ഇതൊരു ആർട്ടിഫിഷ്യൽ ഗ്യാസിൻ്റെ ഒരു ഏരിയ ആണ്. ഇത് ആർട്ടിഫിഷ്യലാണ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഒരു വേ കൊടുത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടന്ന് സിമ്പിളായിട്ട് പോകാൻ വേണ്ടി ഒരു വേ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനായിട്ടുള്ള രീതി നമ്മൾ ചെയ്തിട്ടുണ്ട്. തെങ്ങിൻ്റെ റൗണ്ടിൽ ചെയ്തിരിക്കുന്ന സ്റ്റോൺ എങ്ങനത്തെ സ്റ്റോണാണ് അത്? ഇത് നമ്മുടെ തെങ്ങിൻ റൗണ്ട് ചെയ്തേക്കുന്നത് കോബിൾ സ്റ്റോൺ ആണ്. ഈ ബോർഡർ ചെയ്തേക്കുന്നത് ഇതിലിട്ടേക്കുന്നത് നമ്മുടെ പെബിളാണ്, നാച്ചുറൽ പെബിളാണ് ഇട്ടേക്കുന്നത്. ബോർഡർ ചെയ്തിരിക്കുന്നത് കോബിൾ സ്റ്റോൺ ആണ്. കോബിൾ സ്റ്റോൺ അല്ലേ? ഇത് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ വരുന്ന ഒരു കോബിൾ കരികിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസാണ്. കോസ്റ്റ്ലി ആണോ? അത് കോസ്റ്റ്ലി ആണ്. ഓക്കെ. വേണു, ഈ പാം ട്രീയെ ഒത്തിരി നീളം വെക്കുന്നതാണോ? അങ്ങനെ അതിൻ്റെ ഒരു വളർച്ച അധികം നീളം വെക്കുന്ന സാധനമല്ല ഇത്. ഇതെന്ന് പറഞ്ഞാൽ മിർച്ചി മാരിഗോൾഡ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മതിലിൻ്റെ സൈഡുകളിൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് തള്ളിപ്പോകത്തില്ല. വേരിൻ്റെ ഇത് കുറവാണ്. നമ്മുടെ കമ്മിങ്ങിൻ്റെ ആ ഒരു മോഡലിൽ വരുന്നൊരു സാധനം. അപ്പോൾ ഈ വേര് അങ്ങോട്ട് തള്ളി മതിലിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ പെബിൾസിൻ്റെ തന്നെ വലിയ കല്ലുകളാണ് ഇവിടെ പാകിയിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഇത് നാച്ചുറൽ ചെടികൾ, ചെറിയ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കിണറിന് ചുറ്റും ചെയ്തിരിക്കുന്നത് എന്ത് ടൈപ്പാണിത്? ഇത് നമ്മൾ കണ്ടു ചെയ്തിരുന്ന ടെക്സ്ചർ പെയിന്റ് ആണ്. ടെക്സ്ചർ ചെയ്തേക്കുന്നത് ഇത് സിമെന്റിന്റെ മുകളിലല്ലേ ചെയ്തേക്കുന്നത്? സിമെന്റിന്റെ മുകളിൽ തന്നെ നമ്മൾ ഗണ്ണ് വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്തേക്കുന്നതാണ്. ടെക്സ്ചർ പെയിന്റ് ആണ് ചെയ്തേക്കുന്നത്. അതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നല്ലേ ഉള്ളൂ? ഭംഗിക്ക് വേണ്ടിയാണ്. ഇത് പഴയ ഒരു കളറായിരുന്നു, സിമെന്റ് ആയിരുന്നു സാധനം. അതിന് ഈ ഒരു ഇങ്ങനെ മോഡിഫൈ ചെയ്തെടുത്താണ്. പിന്നെ ഇത് ഭംഗി കൂട്ടാൻ വേണ്ടി ഈ പ്ലാന്റ് കൂടെ വെച്ചു. ഒരു ബോക്സ് പോലെ നമ്മൾ കട്ടിങ് കൊടുത്തിട്ട് ഇതിപ്പോൾ ഇങ്ങനെ തിക്കാവും. ഇതിപ്പോൾ വെച്ചതേ ഉള്ളൂ നമ്മൾ. ഇത് തിക്കാവും. അതിലേക്ക് നല്ല പൂളുണ്ടാവും. ഏതായാലും കൊള്ളാം. പഴയ കിണർ വളരെ മോഡിഫൈ ചെയ്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്നു കേട്ടോ. സൂപ്പറായിരിക്കും. ഇവിടെ ചെയ്തിരിക്കുന്ന ഇന്റർലോക്ക് സ്റ്റോൺ ഫിനിഷ് ഇന്റർലോക്കാണ്. വളരെ വ്യത്യസ്തമായിട്ട് ലാൻഡ്സ്കേപ്പ് വർക്ക് ചെയ്തിരിക്കുന്ന മറ്റൊരു ലൊക്കേഷനാണിത്. ഇവിടെയും വളരെ മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗമായിട്ട് നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഹൈബ്രിഡ് തെറ്റിയാണ് നമ്മളിവിടെ കാണുന്നത്. വ്യത്യസ്ത കളറിലുള്ള തെറ്റികൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു വീടിൻ്റെ അകവും പുറവും മനോഹരമാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന ഒരു നല്ല ഷോപ്പാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അതുകൂടാതെ തന്നെ വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് സംബന്ധമായ വർക്കുകൾക്ക് ശ്രീ വേണുവിനെ സമീപിക്കാവുന്നതാണ്. വേണുവിൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ കൂടുതൽ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.